ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇതൊരു കുട്ടി വ്ളോഗാണ്. ഒരു 10-12 മിനിറ്റ് വരുന്ന ഒരു ചെറിയ ഗെറ്റ് ടുഗദർ വ്ളോഗ്. അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സിനെല്ലാവരെയും വീട്ടിൽ വിളിക്കുകയാണ്. ഏകദേശം 2-2.5 കൊല്ലം മുന്നേ ഇവർ വന്നപ്പോൾ എല്ലാവരും ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇത്തവണ വന്നിട്ടും ആരെയും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് പലഹാരങ്ങളും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ വെച്ച് ചെറിയൊരു ഗെറ്റ് ടുഗദർ. അച്ഛന് പൊതുവെ വീട്ടിലെ ആൾക്കാർ വരിക, അവർക്ക് വേണ്ടി കുക്ക് ചെയ്ത് ഫുഡെല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. നാട്ടിലാവുമ്പോഴും അങ്ങനെയാണ്, ഇവിടെ വരുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അച്ഛൻ ഭയങ്കര എനർജറ്റിക് ആണ്. അതുകൊണ്ട് അമ്മയും വിഷ്ണുവും കൂടെ ഫ്രീ ആയിട്ട് കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് കൂടുതൽ ഞാൻ ആലോചിച്ച് തലപോയ്ക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും എന്നെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കുറ്റമായിരിക്കും. രണ്ടുപേരും ഇത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 5:30-6 മണി കേട്ടോ എല്ലാവരുടെ അടുത്തും എത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് മെല്ലെ പോവാന്ന്. എല്ലാവരും എത്തുന്നതിൻ്റെ എത്രയോ മുന്നേ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇവിടെ തീരാനായി. ഇതൊക്കെ ഈ സിനിമകളിൽ പറയില്ലേ ഒരു താളമാണെന്ന്, ആ ഒരു താളമാണ്. നമ്മൾ ഒറ്റയ്ക്ക് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറേ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റില്ലേ. അങ്ങനെ ഞാൻ പോലും അറിയാതെ എൻ്റെ നിന്ന് മാറിപ്പോയൊരു കാര്യമായിരുന്നു. ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനത് കഴിക്കുകയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഡ്രൈ ആയിട്ടുള്ള പോർഷൻസ് ആയിരുന്നു എപ്പോഴും ഇഷ്ടം. അത് ഞാൻ മറന്നുപോയെങ്കിലും അമ്മ മറന്നിട്ടില്ല. ഇത്രയും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് വേണ്ടി ഒരു കുട്ടി പോർഷൻ എടുത്ത് ചിക്കൻ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മമാരെ ഓർക്കൂ, അമ്മമാരെ നമുക്ക് വേണ്ടി ചെയ്യൂ അല്ലേ. കഴിഞ്ഞ തവണ അമ്മയും അച്ഛനും വന്ന സമയത്ത് ഞാൻ കിച്ചണും വീടും കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു രീതിയിലും കിച്ചണിലോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ലേറ്റർ അവർ പോയിട്ട് എനിക്കുണ്ടായ ചെറിയൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ചിന്തയായിരുന്നു, കുറച്ചും കൂടെ എനിക്ക് അവരെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യായിരുന്നു, എന്നാൽ കുറച്ചും കൂടെ ഒരു ഫ്രീ ടൈം കിട്ടുമല്ലോ എന്ന്. ഇത് എൻ്റെ ഒരു ചിന്ത മാത്രമാണ്. അമ്മയ്ക്കത് ആവശ്യമുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഇത്തവണ ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വലിയ ആവശ്യമില്ല എന്നുള്ളൊരു ഭാവം തന്നെയായിരുന്നു കേട്ടോ അമ്മ തരുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ പിന്നെ ഒരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞില്ലേ, പ്രായം എല്ലാവർക്കും ചെറുതായി അവിടെ ഇവിടെയൊക്കെ ഇമ്പാക്റ്റഡ് ആവുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളും ഒരു 2-3 വർഷത്തിന് ശേഷം പേരൻസിനെയൊക്കെ കാണുമ്പോൾ കൂടുതൽ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇത്തവണ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ സത്യം പറഞ്ഞാൽ വാക്യൂം ചെയ്യുക എന്നുള്ളത് മർദ്ദിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞൊരു 1/2 മണിക്കൂറായിട്ട് ആരും ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒപ്പം രസത്തിൽ വാക്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, ഞാൻ പ്രൊതുല്ലാത്തോണ്ട് വിചാരിച്ചൊന്നും എല്ലാരും സമയത്ത് എത്തില്ലാന്ന്. ഏയ് ഡോഗി, ഇതാരക്കാണ്? മുട്ടായി മുഴുവൻ പറ്റില്ല കേട്ടോ, മുഴുവൻ വെക്കണോ? ഞാനല്ലേ? അമ്മയ്ക്ക് എന്തൊക്കെ ആയില്ലേ? ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറിയും മട്ടൻ കറിയും മുതലായി. അതല്ല, വീഡിയോയില് കാണുന്നതിനേക്കാളും സുന്ദരിയാണ്, വീഡിയോയില് കാണുന്നതിനേക്കാളും സുന്ദരിയാണ് അൻഷിഫ വന്നത്. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ചധികം സുഖത്തിലാണ്. കാരണം അമ്മയും അച്ഛനൊക്കെ വന്നുല്ലോ. ഹോം ഇസ് ഒഫീഷ്യലി ഹോം എന്നുള്ളൊരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ണാട വെച്ചിട്ട് ഇതിൽ നോക്കി സംസാരിക്കുമ്പോഴേ വേറെ ഏതോ ഒരാളെ കാണുന്ന പോലെ തോന്നുന്നു എനിക്ക്. അല്ല, റൂഹി ഷെറീറും അൻഷിഫി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്മയും അച്ഛനൊക്കെ സ്റ്റീവും വരുന്നുണ്ട്. അത് പറയാട്ടോ. റൂഹി എന്നോട് പറയാൻ പറഞ്ഞു ഇവിടെ പേറും ആപ്പിളും ഒക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവരുടെ അടുത്തും പറയാട്ടോ ഐഷു. അപ്പോൾ റൂഹി പറഞ്ഞതുപോലെ സ്റ്റീവും റോസും എല്ലാവരും വരുന്നുണ്ട്. ഒരു ചെറിയ ടീ പാർട്ടി. അമ്മയും അച്ഛനും ഒക്കെ നാട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചെറിയൊരു ടീ പാർട്ടി വെക്കാറുണ്ട്. ഒരുപാട് ആൾക്കാരില്ലാട്ടോ ഒന്ന് വരാൻ. കാരണം ഇന്നലെ ഇവിടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു പിള്ളേർക്ക്. അപ്പോൾ വലിയൊരു ജാഥ നാട്ടിലോട്ട് പോയിട്ടുണ്ട്. സഞ്ജേട്ടനും അമ്മു ചേച്ചിയൊക്കെ നാട്ടിലോട്ട് പോയി. ഗീതുവും പ്രതുവും ഒരു ചെറിയ ട്രിപ്പിന് പോയിരിക്കുകയാണ് പാരീസിലോട്ട്. അപ്പോൾ അവരും ഇല്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഉള്ള ആൾക്കാരെ വെച്ച് നമുക്കൊരു ടീ പാർട്ടി ഇന്നിവിടെ നടത്താം കേട്ടോ. പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ചിപ്സൊക്കെ ഇങ്ങനെ കാറി പോകുമെന്ന് പറയില്ലേ, അതിലെണ്ണ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തതാണ്. അല്ലേ റൂഹി കഴിച്ചോ? ലഡ്ഡു കഴിച്ചോ? റൂഹിയുടെ കയ്യിൽ കണ്ടോ? കാണിച്ചു കൊടുക്കൂ എന്താ ഇവിടെ ഉള്ളതെന്ന്.
പിയർ ഉണ്ട്, പിന്നെ ദേ ആപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. മതിയോ? ഫിഷും ഉണ്ട്. അപ്പോ ഇന്നിനി സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ ഒരു ജസ്റ്റ് എല്ലാവരും കൂടെ വന്നിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ വീഡിയോ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി സമയം കളയാം, നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വാടൂകി. ഇത് അമ്മയും അച്ഛനും വരുമ്പോൾ അൻഷിഫയ്ക്ക് ഉപ്പ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച കുറച്ച് മസാലപ്പൊടികളും റൂഹിക്കുള്ള 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത്തവണ ഞാൻ ഈ കോഴിയട, ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അൻഷിഫയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഓർഡർ കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ചത്. കോഴിയുടെയൊക്കെ ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫ്രഷായി നമുക്ക് ഉണ്ടാക്കി ഉടനെ കിട്ടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും, കുറച്ചും കൂടെ കാലം ഇരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ ഒപ്പം പവിത്രം ബിരിയാണി മസാല. ഇതാണ് അൻഷിഫയുടെയും ഷെറീറിൻ്റെയും ബിരിയാണിയുടെ സീക്രട്ട് കേട്ടോ. ഇത് അൻഷിഫയുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു ബിരിയാണി മസാലയാണ്, ഒരു ചെറിയ പാക്കറ്റിൽ. പക്ഷെ സംഗതി ഭയങ്കര അടിപൊളിയാണ്. നല്ല സ്മെല്ലൊക്കെ ആയിട്ട് ബിരിയാണിയുടെ ടേസ്റ്റിന് അത് മാറ്റിക്കളയും. ദീപ ചേച്ചിയും ദിബിൻ ചേട്ടനും എത്തിയിട്ടോ. ദീപ ചേച്ചിക്കും ദിബിൻ ചേട്ടനും നന്നായിട്ട് അച്ഛനെയും അമ്മേനെയും അറിയാം. അവർ നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മേനെയും അച്ഛനെയും പോയി കാണാറുണ്ട്, അമ്മയും അച്ഛനും ഇവരെ കാണാറുണ്ട്. ഇപ്പോൾ കുറേ കൊല്ലമില്ലേ, 6-7 കൊല്ലമില്ലേ. താഴെ സെറ്റ് ചെയ്ത് വെച്ച ക്രിബും കാര്യം കണ്ടിട്ട് വലിയൊരു ഡിസ്കഷനായിരുന്നു കേട്ടോ. ഓരോരുത്തർക്ക് എത്രണ്ട് ക്രിബ് ഉപയോഗിച്ചില്ല എന്നുള്ളത്. ഈ പേരൻറ്റിങ്ങും പ്രഗ്നൻസിയും ഒക്കെ ഓരോ ആൾക്കാർക്ക് എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാ അല്ലേ. നീ ഭയങ്കര ലേറ്റ് ആണല്ലോ, നീ ഭയങ്കര ലേറ്റ് ആണ്. ഇപ്പൊ എല്ലാ പരിപാടിക്കും നീയാണ് ഏറ്റവും ലേറ്റ്. ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുന്നല്ലേ. നല്ല രസമുണ്ടല്ലോ ഡ്രസ്. ഞാൻ റോസ് ഒരു കാർഡ് ഗേൾ ആണ് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം മിനിമം ഒരു 10-12 കാർഡ് പല പല ഒക്കേഷൻസിലായിട്ട് റോസ് എനിക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ ഇപ്പൊ അമ്മേനെയും അച്ഛനെയും കാണാനും ഒരു കാർഡായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് ഓപ്പ ഓമ എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു കൊടുക്കൂ. ഗുഡ് വിഷസ് ഗ്രാൻഡ്മാൻ ഗ്രാൻഡ്പ. ഓപ്പയ്ക്ക് കൊടുക്കട്ടെ. ഓപ്പ എന്ന് പറഞ്ഞ ഡച്ചില് ഗ്രാൻഡ്പ, ഓമ എന്ന് പറഞ്ഞ ഡച്ചില് ഗ്രാൻഡ്മ. അമ്മയ്ക്ക് ഓമ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിനെ അമ്മമ്മ എന്ന് മാറ്റിയിട്ട് ഓമ എന്നാക്കി വിളിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക അമ്മ ചുമ്മാ. ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ അമ്മമ്മ വല്യച്ഛൻ എന്നല്ല വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 വാക്കിനോടും എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും താല്പര്യം ഉണ്ടെങ്കിൽ അമ്മമ്മ വല്യച്ഛൻ തന്നെ വിളിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എൻ്റെ ആഗ്രഹമാണത്, അത് ഡിസൈഡ് ചെയ്യേണ്ടത് അമ്മയും അച്ഛനുമാണ്. വന്ന് ഇനീഷ്യൽ റൗണ്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി മെല്ലെ ചായ വെച്ചാലോ. അങ്ങനെ ഒരുപാട് ബേക്കറീസൊന്നും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ലഡു, ചിപ്സ്, കോഴിയട, മടക്ക് അങ്ങനത്തെ നമ്മുടെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ച് കുറച്ച് എയ്സ്തെറ്റിക് ആയിട്ട് ടേബിൾ സെറ്റ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ അതിനുള്ള സമയമൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ പലഹാരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ലുക്സ് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം എന്നാ കഴിച്ചിട്ടാവല്ലേ ബാക്കി കാര്യങ്ങൾ. നല്ലതല്ലേ കോഴിയടാ? ഇതൊക്കെയാണ് നമ്മുടെ ചായ വിഭവങ്ങൾ. കോഴിക്കോട് നിന്നുള്ള മുറുക്കു മാറാ നമ്പറും, പിന്നെ വളാഞ്ചേരി നിന്നുള്ള മിക്സ്ചർ, സൂറത്ത് നിന്നുള്ള സ്വീറ്റ്സ്, പിന്നെ കോഴിക്കോട് കോഴിയട, പിന്നെ പുലാമന്തോളം നിന്നുള്ള ബാക്കി കുറച്ച് മൈസൂർ പാക്കും ലഡു ഒക്കെ. നാട്ടിൽ നിന്ന് വന്നിട്ടൊരു ടീ പാർട്ടി അധികം വർഷങ്ങളായിട്ടില്ല കേട്ടോ നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. ആരാ തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതൊരു അടിപൊളി സംഗതിയാണ്. കാരണം നമുക്ക് എല്ലാ സ്നാക്സും നാട്ടിൽ നിന്നുള്ളത് കഴിക്കാമല്ലോ നാട്ടിൽ പോകാത്തവർക്ക്. അതിനുശേഷം ഇതൊരു വട്ടമേശ സമ്മേളനമായിരുന്നു കേട്ടോ. വട്ടമേശ എന്ന് പറയാൻ പറ്റില്ല, റെക്ടാങ്കിൾ മേശ സമ്മേളനമായിരുന്നു. ഒരൊറ്റ ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ, പ്രസവം. ഈ ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരിക്കുന്ന ഈ ഒരു 6-7 ആൾക്കാർക്ക് തന്നെ എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് പ്രസവം. ഇതെന്ന് എനിക്ക് തോന്നി നമ്മൾ ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് വേറൊരാൾക്ക് ഒരു ഉപദേശം കൊടുക്കരുത് എന്ന്. കാരണം ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ്. ഓരോ ബോഡിക്കും ഉണ്ടാകുന്ന ഡെലിവറി എക്സ്പീരിയൻസസും അത്ര വ്യത്യാസമാണ്. ഇവരുടെ എല്ലാവരുടെ ഡെലിവറി സ്റ്റോറി ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ എല്ലാം കൂടെ കേട്ടപ്പോഴാണ് വ്യത്യാസം മുഴുവൻ മനസ്സിലാവുന്നത്. അമ്മ എൻ്റെ രോഹിത്തിൻ്റെ ഒക്കെ ഡെലിവറി ടൈമിൽ സ്റ്റോറി പറയായിരുന്നു കേട്ടോ. നേഴ്സുമാരൊക്കെ കൂടെ വരും, ഇത് വന്നിട്ട് കുടിക്കാൻ പുറപ്പെടും. എന്നിട്ട് അങ്ങനെ ഒന്നും കുടിച്ചിട്ട് അവർ പോയിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ടാവില്ല, അതിന് മുമ്പ് നിർത്തും. എന്നിട്ട് പിന്നെയും കറങ്ങി അറിയേ. ഷെറീറിന് ഈ ഫിഷും ടാങ്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഗാർഡനിലുള്ള ഈ ഒരു ടാങ്ക് ഷെറീർ എഴുതിയെടുത്തിരിക്കുകയാണ്. ഷെറീർ എപ്പോൾ വന്നാലും ഇവിടെ ചെറിയ അലങ്കാര പരിപാടികളൊക്കെ നടത്തും. കുറേ ആയിട്ട് പ്ലാൻ ചെയ്യാണ് കുറച്ചും കൂടെ ഒക്കെ ഫിഷിനെ വാങ്ങി ഇതിൻ്റെ അകത്ത് ഇടണം എന്നുള്ളത്. ബേബി ഉണ്ടോ? I see. It's very individual. He's fine.
He's moving. Yeah, he's moving. He's moving. ഇവിടെയോ? ഇല്ല. ആ അതാ ഇവിടെ മൂവി ഉണ്ട്, പോകണ്ടോ? ഇല്ല. കഴിഞ്ഞ 2 തവണ ഞാൻ നാട്ടിൽ പോയപ്പോഴും അമ്മ നല്ല ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഒന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ വീട്ടിൽ അമ്മമ്മയ്ക്ക് വയ്യാത്തതിന്റെ ചെറിയ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതെല്ലാം കാരണം കുറച്ച് ബിസി സ്കെഡ്യൂളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 തവണ ഞാൻ നാട്ടിൽ പോയപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് അമ്മയുടെ മുഖത്തു നിന്നൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും ഒന്നുമില്ലല്ലോ, കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്യാനുള്ളൂ. അപ്പം അതിൻ്റെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫേസ് കൂടെയാണ് ഇപ്പം അമ്മ പോണേ തോന്നുന്നു. അകത്തിവിടെ പുട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മെല്ലെ നമുക്ക് ഡിന്നറിലോട്ട് കിടക്കാം. അമ്മയുടെ മട്ടൻ കറിയും മട്ടൻ വരട്ടിയതും പൊതുവേ നല്ല ഡിമാൻഡുള്ളൊരു സംഗതിയാണ് കേട്ടോ. ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ വിഷ്ണു പറയാറുണ്ട് നല്ല ടേസ്റ്റ് ആണ്. വിഷ്ണു, എന്തിന് ഇൻഫ്രാസ്ട്രക്ചറാ കുറച്ച് ബുദ്ധിമുട്ട്? കുട്ടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൺസെറ്റ് ഒക്കെ ആയപ്പോഴേ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് മെല്ലെ അകത്തോട്ട് മൂവ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കുറച്ച് സിപ്പ് ലോക്കിലായിട്ട് എല്ലാവർക്കും കൊടുക്കാം. കാരണം ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. കുറേ കാലം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പഴക്കച്ചോയ വരും എന്ന് പറയും നമ്മുടെ അവിടെ. അതുകൊണ്ട് ഈ കോഴിയുടെയും മുറുക്കും ഒക്കെ നമുക്ക് വേറെ വേറെ സിപ്പ് ലോക്കിലാക്കിയിട്ട് എല്ലാ വീട്ടിലോട്ടും നമുക്കിത് പങ്കുവെക്കാം. ഇത് ഞാൻ അങ്ങനെ വലിയൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനൊരു പരിപാടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എടുത്തു തുടങ്ങിയൊരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. കാണുമ്പോൾ എന്താ എനിക്കിങ്ങനെ മനസ്സിൽ വരുന്നത് ആ ഒരു കാര്യം ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ എല്ലാ ബേക്കറി ഐറ്റംസും നമ്മൾ കുറേ സിപ്പ് ലോക്കിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ വിശപ്പിൻ്റെ അസുഖം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കഴിക്കാം എല്ലാവർക്കും. ഇന്ന് നല്ല പുട്ടും ചിക്കൻ കറിയും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മട്ടൺ റോസ്റ്റുമാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അമ്മ അങ്ങനെ പൊതുവേ ഒരുപാട് എക്സ്പീരിമെൻ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഞാൻ മുന്നേ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടില്ലേ, രാവിലെ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം പെട്ടെന്ന് ഷടപടയെന്ന് റെഡിയാക്കി വെച്ച് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് കുക്കിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാലും അമ്മയുടെ ഇങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു റിയൽ ഫുഡീനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭക്ഷണം കാണുമ്പോൾ റോസിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ? ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വിഷ്ണുവിനും റോസിനെയും പോലത്തെ ആൾക്കാർക്ക് ശരിക്കും ഉണ്ടാക്കി കൊടുക്കണം. വിഷ്ണു ഇത്രയും എക്സ്പ്രസീവ് അല്ല, പക്ഷേ എന്നാലും വളരെയധികം എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെയാണ് റോസ് എക്സ്പ്രസീവുമാണ്. അതിൻ്റെ ഒപ്പം മനസ്സറിഞ്ഞാണ് ഭക്ഷണം കഴിക്കുക. അമ്മയും അച്ഛനും വന്ന വ്ളോഗിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നായിരുന്നു കേട്ടോ. അതായത് അമ്മയും അച്ഛനും വന്നിട്ട് എനിക്ക് ഡെലിവറി ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന്. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരുടെ ടിക്കറ്റ് ഞാൻ കുറച്ച് ലേറ്റ് ആക്കിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അവരെത്തി. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാനായി. ഇപ്പോൾ ചെറിയ സിംറ്റംസൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ എന്തായാലും അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ അമ്മയും അച്ഛനൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് കുറച്ച് നേരം കൂടെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ അടുപ്പിച്ച് വ്ളോഗ് പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ട് കറി? സൂപ്പർ കറി. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിന്റെ കൊണ്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വന്നു. നല്ല സൂപ്പർ കറിയാ. നേരത്തെ ലാസ്റ്റ് കഴിക്കേണ്ടത് നാട്ടിൽ നിന്ന് നല്ല അടിപൊളി കറി എടുത്തോണ്ടായിരുന്നോളെ. നമ്മളിങ്ങനെ ഗ്യാദർ ചെയ്യുമ്പോഴേ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ കാര്യമായിട്ട് മിസ് ചെയ്യും കേട്ടോ. എല്ലാവരും നാട്ടിൽ പോയിരിക്കുകയാണ്. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒച്ചയും ബഹളവും പിള്ളേരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കുറയുമ്പോൾ നമുക്കവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇനി അവർ തിരിച്ചു വരാൻ വേണ്ടി ഏകദേശം ഒരു 6 ആഴ്ച എടുക്കും. പിള്ളേരുടെയൊക്കെ വെക്കേഷനല്ലേ. ഒരു 2 ആഴ്ചയിൽ റോസും ഗീതവും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അമ്മയ്ക്ക് ഏകദേശം ഒരു 5-6 ദിവസം എടുത്തായിരുന്നു ജെറ്റ് ലാഗ് മാറാൻ കേട്ടോ. നാട്ടിലെ സമയത്ത് വിശക്കുക, ഉറക്കം വരിക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ജെറ്റ് ലാഗ് മാറിയെങ്കിലും അമ്മയുടെ ഇപ്പോഴത്തെ ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ സമയം നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എനിക്ക് വിശക്കുന്നില്ലേ, എന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ സമയം നാട്ടിൽ 2-2:15 സമയം കണ്ടപ്പോഴേ അമ്മയ്ക്ക് പെട്ടെന്നായിരുന്നു ഉറക്കം വന്നത്. റൂഹി സ്റ്റീവും ശിവിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനി അവരെ പോയി പിക്ക് ചെയ്യണം. പിള്ളേരെല്ലാതെ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് റോസും ഷിഫിയും കൂടെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്ര ചെറിയൊരു വ്ളോഗായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ഡേറ്റ് വരെ പോകുന്നൊക്കെ തോന്നുന്നു. ബൈ ബൈ.